പ്രകൃതി ഒരു തുറന്ന പുസ്തകമാണ്. അറിവിൻ്റെ അക്ഷയമായ ഖനിയാണത്. എന്നാൽ ആ അറിവ് ഉൾക്കൊള്ളാൻ ബുദ്ധി മാത്രം പോരാ, ഹൃദയം കൂടി വേണം. അപ്പോഴേ അറിവ് പൂർണ്ണമാകും. ഒരു കുഞ്ഞു ചെടിയെ കാണുമ്പോൾ നമുക്കതിനോട് വാത്സല്യം തോന്നണം. വൃക്ഷങ്ങളെ കാണുമ്പോൾ അതിനോട് നമുക്ക് നന്ദി തോന്നണം. പക്ഷിമൃഗാദികളെ കാണുമ്പോൾ സഹോദര്യഭാവം ഉണ്ടാകണം. എന്നാൽ ഇന്ന് വിദ്യ മിക്കവാറും ബുദ്ധിയുടെ തലത്തിൽ മാത്രമാണുള്ളത്. ഹൃദയം സൂചി പോലെ എല്ലാത്തിനെയും ഒന്നാക്കി തുന്നിച്ചേർക്കുമ്പോൾ ബുദ്ധി കത്രിക പോലെ എല്ലാത്തിനെയും കണ്ടിച്ച് പോകും. നൂറുകണക്കിന് പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന തോട്ടത്തിൽ പോലും പുഴുക്കുത്തുകൾ നോക്കാണ് പലർക്കും വാസന. ഏറ്റവും ലളിതമായതിനെ പോലും അവർ സങ്കീർണമാക്കുന്നു. ഇത് പറയുമ്പോൾ ഒരു സംഭവം ഓർക്കുകയാണ്. മലമുകളിലുള്ള അമ്പലത്തിലേക്ക് ബുദ്ധിമാൻ എന്ന പേര് കേട്ട ഒരു പ്രൊഫസർ കാർ ഓടിച്ചു പോവുകയായിരുന്നു. ഞാൻ റിവേഴ്സ് ഗിയറിലാണ് അദ്ദേഹം കാർ ഓടിച്ചിരുന്നത്. ഇത് കണ്ട വഴിയിലുണ്ടായിരുന്ന ഒരാൾ ചോദിച്ച്, എന്താ സാർ കാറിങ്ങനെ പുറകോട്ടെടുക്കുന്നത്? അപ്പോൾ പ്രൊഫസർ പറഞ്ഞ്, മുകളിൽ വണ്ടി തിരിക്കാനുള്ള സ്ഥലമല്ല എന്ന് കേട്ട്. അതുകൊണ്ടാണ് ബുദ്ധിമാനായ പ്രൊഫസർ വഴിമോക്കരോട് പറയുകയാണ്. ഇത് പറഞ്ഞ് പ്രൊഫസർ മുകളിലേക്ക് യാത്ര തുടങ്ങും. 15 മിനിറ്റ് കഴിഞ്ഞാണ് അത് ആ പ്രൊഫസറുടെ വണ്ടി താഴേക്ക് വരുന്നു. എന്നാൽ ഇപ്പോഴും റിവേഴ്സ് ഗിയറിൽ തന്നെ. നേരത്തെ കണ്ട വഴിപോക്കൻ ബുദ്ധിമാനായ പ്രൊഫസറോട് ചോദിച്ചു, എന്ത് പറ്റി സാർ, തിരിച്ച് റിവേഴ്സ് ഗിയറിൽ തന്നെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വഴിപോക്കൻ പ്രൊഫസറോട് ചോദിക്കുകയാണ്. അപ്പോൾ പ്രൊഫസർ പറഞ്ഞു, അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് തിരിക്കാനുള്ള സ്ഥലമുണ്ടെന്ന്. അങ്ങനെ ആ സൗകര്യം ഞാൻ ഉപയോഗപ്പെടുത്തി. ഇതുപോലെയാണ് വലിയ ബുദ്ധിമാനം ബഹുമാനിക്കുന്ന പലരും. നമ്മുടെ ഉള്ളിലെ വിഡ്ഢിത്തം നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. തൊട്ടു മുന്നിലുള്ള നന്മാണം കഴിയാതെ ഭൂതകാലത്തിലെ തിന്മയെ നോക്കിയിരിക്കുകയാണ്. അവരുടെ മനസ്സ് കലുഷമാവുന്നു, മറ്റുള്ളവരുടെ മനസ്സും കലുഷമാക്കുന്നു. അല്ലാതെ നമ്മളൊരു കൊച്ചു വെട്ടിയിൽ വലിച്ചു കീറുന്ന സേറ്റ് ഊറ്റിയിട്ടാൽ അതൊരു ആഷ്ട്രയാകും. എന്നാൽ അതിൽ മോതിരങ്ങളും കമ്മലുകളും രത്നങ്ങളുമാണ് ഇടുന്നതെങ്കിൽ അതൊരു ആഭരണപ്പെട്ടിയാകും. അതിൽ നാണയങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ അതൊരു പണപ്പെട്ടിയാകും. ഉള്ളിലുള്ളത് എന്താണ് അതിനെച്ചാണ് പെട്ടി അറിയപ്പെടുന്നത്. ഇതുപോലെയാണ് മനസ്സിൻ്റെ കാര്യം. നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ, നല്ല ഭാവം നിറച്ചാൽ അത് ദിവ്യമായ ഒന്നായിത്തീരും. മറിച്ച് ദുഷിച്ച ചിന്തകളും ഭാവനകളുമാണ് മനസ്സിലുള്ളതെങ്കിൽ അത് ആസുരീയമാകും. നമ്മളെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നതും നരകത്തിലേക്ക് താഴ്ത്തുന്നതും നമ്മുടെ മനസ്സ് തന്നെയാണെന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ. ഒരു വിഷച്ചെടിയിൽ നിന്ന് വിഷക്കായകൾ പുറത്തു വരും. ഒരു ഔഷധച്ചെടിയിൽ നിന്ന് ഔഷധക്കായകളും ഉണ്ടാകും. മനസ്സിലെ ചിന്തകൾ ഏത് തരത്തിലുള്ളതായിരിക്കുമോ അതുപോലായിരിക്കും നമ്മുടെ കർമ്മങ്ങൾ. അതിനാൽ നമ്മുടെ ചിന്തകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കും. അല്ലെങ്കിൽ മനുഷ്യൻ എന്ന പേര് തന്നെ നമുക്ക് നഷ്ടമാകും. ഒരാൾ വിവാഹമോചനത്തിനായി കുടുംബ കോടതിയെ സമീപിച്ചു. ന്യായാധിപൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് വിവാഹമോചനം ആഗ്രഹിക്കുന്നത്? അയാൾ പറഞ്ഞ്, എൻ്റെ ഭാര്യയോടൊപ്പമുള്ള ജീവിതം ഇനിയും എനിക്ക് സഹിക്കാൻ വയ്യ. അപ്പോൾ ന്യായാധിപൻ കാരണം എന്താണ്? അവൾ പാതിരാത്രി കഴിഞ്ഞാലും ബാറുകളെല്ലാം കയറി ഇറങ്ങുകയാണ് അവൾ ചെയ്യുന്നത്. അപ്പം ന്യായാധിപൻ ചോദിച്ചു, അവൾ അവിടെ എന്താണ് ചെയ്യുന്നത് ചോദിച്ചു. അയാൾ പറയാണ്, അവൾ എന്നെ തിരയുകയാണ് സാർ. നമ്മൾ ഈ കഥയിലെ ഭർത്താവിനെ പോലെയാണ്. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നത്തിനും കാരണക്കാർ മറ്റുള്ളവരാണെന്ന് നമ്മൾ കരുതുന്നു. വാസ്തവത്തിൽ തെറ്റ് നമ്മുടെ ഭാഗത്ത് തന്നെയാണ്.